എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഫ്രാങ്കി അവൻ ആ നേവി ബേസ് കണ്ട് ഷോക്കാവും. ചുറ്റും വാട്ടർഫോൾസിന്റെ നടുവിലായിട്ട് ആ ഒരു വലിയ നേവി ബേസ്. അവരതിന്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ഗേറ്റ് ക്ലോസ് ആവും. അവിടെ മുഴുവൻ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാഞ്ചി അവൻ നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഫ്രാങ്കി ഫാമിലിയോട് പറയും. അതിനുശേഷം അവരും എത്രയും പെട്ടെന്ന് ആ ഗവൺമെന്റ് ബേസിലേക്ക് പോവാൻ തയ്യാറെടുക്കും. അപ്പോഴായിരിക്കും ആ ഫ്രാങ്കി ഫാമിലിയിലെ ഒരു മെമ്പർ പറയാ, ആ ഗവൺമെന്റ് ബേസ് അതത്ര നിസ്സാരപ്പെട്ട സ്ഥലമല്ല, അവിടെ ഫുൾ ടൈം വെളിച്ചം മാത്രമായിരിക്കും. ഇവിടേക്ക് ആരെങ്കിലും കയറിപ്പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാനായിട്ട് കഴിയില്ല. അത്രയ്ക്ക് പ്രൊട്ടക്റ്റഡ് ആണ് അവിടെയുള്ള സിസ്റ്റംസ് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു ഐലാൻഡിനെ ഡേ ഐലാൻഡ്, ജുഡീഷ്യൽ ഐലാൻഡ് എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഉടനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ആ ഒരു ഗവൺമെന്റ് ബേസ് അത് ദൂരത്ത് നിന്ന് കാണാനായിട്ട് ആരംഭിക്കും. അത് കണ്ട സന്തോഷത്തില് അവര് തുള്ളിച്ചാടും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ നമ്മുടെ ഉസോപ്പിനെ കണ്ട് ആളാരാണെന്ന് മനസ്സിലാവില്ല. ഉസോപ്പ് ആണെങ്കിൽ വമ്പൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ ഇട്ട് ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയാണ്. ഫ്രാങ്കി ഫാമിലി ആണെങ്കിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അവർക്ക് എങ്ങനെയെങ്കിലും ആ ഒരു നേവി ബേസ് തകർത്ത് അവരുടെ ബോസ് ഫ്രാങ്കിയെ കാണാനും തിരികെ പിടിക്കാനുള്ള ആവേശത്തിലാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ സ്പാങ്ടം ഏജന്റ് അവനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് CP9 എല്ലാ മെമ്പേഴ്സും ഒത്തുകൂടുന്നത്. പക്ഷെ അവനാണെങ്കിൽ ഇപ്പൊ ഫുൾ കലിപ്പില് ഒരു ആർട്ടിക്കിൾ കാണിച്ചു കൊടുക്കും. അതിനുശേഷം ദേഷ്യപ്പെട്ടു പറയും, ഞാൻ നിങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതല്ലേ, റെവല്യൂഷൻ ആർമിയില് 3 പേരെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ എന്ന്. പക്ഷെ നിങ്ങള് 23 പേരെയാണ് കൊന്നു തള്ളിയത്. അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതിനാ മുടി നീട്ടിയ ആള് പറയും, ഐ എം സോറി, ഞങ്ങൾക്ക് അറിയാതെ പറ്റിയ തെറ്റാണ്. അപ്പൊ അവന്റെ കൂടെയുള്ള ബാക്കി 2 പേര് അവര് പറയും, നമ്മൾ അത്ര പെട്ടെന്നൊന്നും സോറി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ 3 പേരും CP9 സ്ട്രോങ് ആയിട്ടുള്ള സോൾജിയേഴ്സ് ആണ്. സോ നീ കാരണം വ്യക്തമായി അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്ക്. പക്ഷെ മുടിയനാണെങ്കിൽ അതിനൊന്നും തയ്യാറാവില്ല. അവൻ കത്തിയെടുത്ത് ഞാൻ വലിയ പാപം ചെയ്തു പോയെന്ന് പറഞ്ഞ് അവന്റെ വയറ്റില് കുത്തി ഇറക്കും. ഇവിടെ ആ ഏജന്റിനാണെങ്കിൽ എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്നൊന്നും അറിയില്ല. ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ആക്ച്വലി ഇവര് 3 പേരും മിഷന് വേണ്ടി ടൗണിലേക്ക് പോയി അവിടെ ആൾക്കാരെ കൊല്ലാനുള്ളതിന് പകരം എങ്ങനെയാണ് അവരെ കൊല്ലാൻ പോകുന്നത്, ഏതൊക്കെ മെത്തേഡാണ് അതിനെ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സിബുവായുള്ളവൻ അവർ ചെയ്ത മണ്ടത്തരങ്ങൾ മുഴുവൻ ഒന്നൊന്നായി പറയാൻ തുടങ്ങും. അത് കേട്ട് അവന്റെ കൂടെയുള്ള മറ്റൊരു മെമ്പർ ജബറൻ അവൻ പറയും, യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തനാണോ? കൂടെ നിന്ന് നീ ഒറ്റ കൊടുക്കുകയാണോ? ഈ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അതിനാ സിബ് പറയും, നമ്മൾ 3 പേരും നമ്മളെ ഏൽപ്പിച്ച വർക്ക് ചെയ്യാതെ അവിടെ പോയി ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തും ഷെയർ ചെയ്തും ഒത്തിരി മണ്ടത്തരങ്ങൾ കാണിച്ചില്ലേ, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അവര് 3 പേരും ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. സ്പാങ്ടത്തിനാണെങ്കിൽ അവരെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയില്ല. അവൻ ടെൻഷനായി ചൂട് കപ്പ് ഇപ്പൊ അവന്റെ ദേഹത്തേക്ക് വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. ഉസോപ്പ് ആണെങ്കിൽ തള്ളി മറിക്കും. നിങ്ങളുടെ പഴയ ഫ്രണ്ട് ഉസോപ്പ് അവൻ പറഞ്ഞാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്, ഞാൻ വലിയൊരു വാരിയർ ആണ്, എനിക്ക് ഭയങ്കര പവർ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. ലൂഫി ആണെങ്കിൽ അത് കേട്ട പാതി കേൾക്കാത്ത പാതി മുഴുവനായിട്ടും വിശ്വസിക്കും. ലൂഫി പറയും, നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ ഭയങ്കര പവർഫുൾ ആണെന്ന്. ഇതുപോലുള്ള ഒരാള് നമ്മുടെ ടീമിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി. നാമിക്കാണെങ്കിൽ അത് കേട്ട് അവളുടെ ചിരി അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കാരണം നാമിക്കും സോറോയും അവന്റെ നീണ്ട മൂക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി അത് സാക്ഷാൽ ഉസോപ്പാണെന്ന്. എന്തിന് ആ ഫ്രാങ്കി ടീം അവർക്ക് പോലും പിടികിട്ടും അവര് തല്ലിച്ചതച്ച ഉസോപ്പാണ് ഇപ്പൊ വേഷം മാറി വന്നിരിക്കുന്നതെന്ന്. ലൂഫി ചോദിക്കും, ആട്ടെ ഉസോപ്പ് അവൻ എവിടെ പോയി? അതിനവൻ പറയും, ഉസോപ്പ് എത്രയും പെട്ടെന്ന് തിരികെ വരും. എന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞയച്ച് അവൻ എന്തോ ഒരു അർജന്റ് കാര്യത്തിന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവൻ തിരികെ എത്തുന്നൊക്കെ പറഞ്ഞ് അവൻ പാട്ടൊക്കെ പാടും. ഉസോപ്പിന്റെ പാട്ടാണെങ്കിൽ ലൂഫിക്കും ചോപ്പറിനും അവർക്ക് 2 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അതേസമയം ഇവിടെ സാഞ്ചി അവൻ നടന്ന കാര്യങ്ങൾ ഒന്നൊന്നായി ആ ഫ്രാങ്കി ഫാമിലിയോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. റോബിന് ഗവൺമെന്റ് ആൾക്കാരെ പേടിയാണ്. പണ്ട് ബസ്റ്റർ കോൾ ചെയ്തതുപോലെ ഞങ്ങളെ നശിപ്പിച്ച് കളയുമെന്നാണ് അവളുടെ പേടി. അതുകൊണ്ടാണ് അവൾ ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറാവാത്തത്. റോബിന്റെ വീക്ക്നെസ്സിനെ കുറിച്ച്
CP9 ടീംസിന് നന്നായിട്ട് അറിയാം. അവൾക്ക് ചെറുപ്പത്തിലുണ്ടായ ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് അത് പലപ്പോഴും അവളുടെ സ്വപ്നങ്ങളിൽ അവളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അതൊക്കെ മുതലെടുത്താണ് CP9 ടീം അവളെ കൺട്രോൾ ചെയ്തത്. ഇത് മുഴുവൻ കേട്ട് ഇപ്പൊ ലൂഫി അവൻ നിലവിളിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും അവളെ ഞാൻ തിരികെ പിടിക്കും, ഒരു കാരണവശാലും റോബിനെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ പ്രോമിസ് ചെയ്യും. ലൂഫി അങ്ങനെ പവറായിട്ട് പറയുമ്പോഴായിരിക്കും പൗലി അവനിപ്പോ ലൂഫിയുടെ അടുത്തേക്ക് വരിക. പൗലി അവന്റെ കയ്യിലുള്ള മാപ്പ് അത് ലൂഫിക്ക് കാണിച്ചു കൊടുക്കും. ഇതാണ് ആ നേവി ബേസിന്റെ ഏകദേശമുള്ള ഒരു മാപ്പ്. ഇതുപയോഗിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമായി പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും കഴിയും. പൗലി പറയും, ഗേറ്റ് ഓഫ് ജസ്റ്റിസ് ആദാ ബേസിന്റെ തൊട്ട് പുറകിലാണ്. അവിടെയാണ് മെയിൻ ഗേറ്റ്. അതുവഴിയാണ് അകത്തേക്ക് പോവേണ്ടത്. ടവർ ഓഫ് ഫ്ലോ വഴി അകത്തേക്ക് പോയാൽ മാത്രമേ നമുക്ക് റോബിന്റെ അടുത്തേക്ക് എത്താൻ കഴിയൂ. പക്ഷെ അവിടെയാണെങ്കിൽ ടൈറ്റ് സെക്യൂരിറ്റിയാണ്. നമ്മൾ അതിന്റെ അകത്തേക്ക് കടന്നു നിറഞ്ഞ ഓൺ ദ സ്പോട്ട് മിലിറ്ററി ഫോഴ്സ് എല്ലാവരും ചേർന്ന് നമ്മളെ കൊന്നു കളയും. ഈ മിലിറ്ററി ഫോഴ്സിന് ചുറ്റും കാണുന്നത് വലിയ അഗാധമായ വാട്ടർ ഫോൾസ് ആണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ വാട്ടർ ഫോൾസ് കണ്ട് ഷോക്കാവും. ഉടനെ നാമി പറയും, ഗേറ്റ് ഓഫ് ജസ്റ്റിസിൽ നിന്ന് 2 വഴികളാണ് ഉള്ളത്. ഒന്ന് നേവി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോവും, രണ്ടാമത്തേത് ഡീപ് സീ പ്രസന്റിലേക്ക് പോവും. പൗല് പറയും, ഇൻ കേസ് നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഫുൾ പവർ അതെടുത്ത് ഫൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവരെ തോൽപ്പിക്കാനായിട്ട് കഴിയൂ. പൗല് പറയും, നമ്മൾ ഇനിയും ഒരു 10 മിനിറ്റൂടെ കടലിൽ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം റോക്കറ്റ് മാൻ അതുപയോഗിച്ച് നമുക്ക് മെയിൻ ഐലാൻഡിലേക്ക് പോവാം. അതിനുശേഷം ആയിരിക്കണം ആ മെയിൻ ഗേറ്റ് അത് ഓപ്പൺ ചെയ്യാൻ. അത് ചെയ്യേണ്ടത് ഫ്രാങ്കി ടീമാണ്. സോ അവര് വേണം ഫസ്റ്റ് അവിടേക്ക് ചെന്ന് ആ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ. അത് കേട്ട് ആ ഫ്രാങ്കി ടീംസ് അവര് പറയും, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ആ ഗേറ്റ് ഓപ്പൺ ചെയ്ത് തരാം. ഗേറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഞങ്ങൾ മരണപ്പെട്ടേക്കാം, പക്ഷെ ഒരു കാരണവശാലും ട്രെയിൻ നിർത്താനോ ഇറങ്ങാനോ ഒന്നും പാടില്ല. ട്രെയിൻ വരുന്ന അതേ ഫോഴ്സിൽ തന്നെ അകത്തേക്ക് കൊണ്ടുപോകണം. പൗല് പറയും, നമ്മുടെ ടീമില് വെറും 60 പേരേ ഉള്ളൂ, പക്ഷേ നേവി ബേസിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. സോ നമ്മുടെ ഓരോ പ്ലാനിങ്ങും പക്ക ആയിരിക്കണം. കുഫിയൻ ടീമും ഡയറക്റ്റ് ആയിട്ട് CP9 ടീമിന്റെ അടുത്തേക്ക് പോകണം. അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുമ്പോഴായിരിക്കും ഗ്രാൻഡ്മ ആള് വിളിച്ചു പറയാ, ട്രെയിൻ ഓൾമോസ്റ്റ് ആ നേവി ബേസിലേക്ക് എത്തിക്കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് ഗേറ്റ് തുറക്കാനുള്ള പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു ഗേറ്റ് അതങ്ങനെ സൂം ചെയ്ത് കാണിക്കും. ആ ഗേറ്റിന്റെ ഹൈറ്റ് അത് മേഘങ്ങൾക്ക് മുകളിലാണ്. മാത്രമല്ല ആ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സീക്കിംഗ് ഉണ്ട്. സോ അത്ര എളുപ്പത്തിലൊന്നും ആ ഗേറ്റ് തുറക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. ഇവിടെ ലൂഫി ആണെങ്കിൽ ആ ഗേറ്റ് കണ്ട് വണ്ടടിക്കും. അവൻ ആ ട്രെയിനിന്റെ മുകളിൽ നിന്ന് ഗേറ്റിന്റെ മുകളിലേക്ക് അങ്ങനെ ഫ്ലൈ ചെയ്തു വരും. എന്നിട്ട് അതിന്റെ മുകളിലിരുന്ന് അതിന്റെ ഭംഗി ആസ്വദിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. അവർ ലൂഫിയെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഉടനെ ഫ്രാങ്കി ടീംസ് പറയും, ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ആ ഗേറ്റ് തകർക്കണം. അവരെല്ലാവരും ഇപ്പൊ ട്രെയിനിന്റെ മുൻപിലേക്ക് വന്ന് അവരുടെ വെപ്പനും പീരങ്കിയൊക്കെ പോയിന്റ് ചെയ്ത് അങ്ങനെ റെഡിയാവും. അപ്പൊ ലൂഫി ആണെങ്കിൽ ഗേറ്റിന്റെ മുകളില് കൈ വലിച്ചു പിടിച്ച് ആ നേവി ബേസിലേക്ക് എടുത്ത് ചാടും. ലൂഫി പറന്നു വന്ന് നേവി ബേസിലെ ഒരു കൊടിമരത്തിന് മുകളിൽ പിടിച്ചിരിക്കും. അതിനുശേഷം ആ നേവി ബേസ് മുഴുവൻ ഇപ്പൊ റോബിനെ അന്വേഷിക്കാൻ തുടങ്ങും. അവിടെ എവിടെയും അവളുടെ പൊടി പോലും ഇല്ല. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവിടെയുള്ള നേവി ഫോഴ്സ് അവരെല്ലാവരും ലൂഫിയെ കണ്ടു കഴിഞ്ഞു. മിലിറ്ററി ഫോഴ്സ് എല്ലാം തന്നെ ലൂഫിയെ ഷൂട്ട് ചെയ്യും. മാത്രമല്ല അവർ സ്പാൻഡ്രമിനും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും. ലൂഫി ആണെങ്കിൽ അങ്ങനെ ചാടി വന്ന് നേവി മിലിറ്ററി ഫോഴ്സിനെ അറഞ്ചം പുറഞ്ചം അടിക്കാനായിട്ട് തുടങ്ങും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ റോബിന്റെ പേര് ഉച്ചത്തിൽ നിലവിളിക്കും. അതിനുശേഷം ഓരോ മിലിറ്ററി സോൾജേഴ്സിനെയും തല്ലി തല്ലി പറപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.